ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അജു വ്ളോഗ്സ്. നമ്മളെന്നേ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോവാം. കുറച്ച് റണ്ണിങ് ഷോട്ടും ചെറിയ വീഡിയോസൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളെ ചെക്കന്മാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതാ ഒരാൾ ഇവിടെ ഉണ്ട്, അടുത്ത രണ്ടാൾക്കാർ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളെ മിത്രം എന്താ അവിടെ? ഹലോ ഗൈസ്, മിത്രം ഉണ്ട് ഇവിടെ. ഹലോ ഗൈസ്, ഇതാണ് നമ്മളെ അമ്പാൻ. അപ്പം എല്ലാവരും കൂടെ ആണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്തിട്ട് കാണാം. അപ്പം ഞങ്ങൾ പൊളിക്കും. നിലവിലിപ്പോൾ ഞങ്ങളുടെ യാർഡ് വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതൊരു വയലാണ്. അപ്പോൾ ഇവിടെ മഴ പെയ്താൽ വണ്ടി ഇറക്കലും കയറ്റലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ലിപ്പും കാര്യങ്ങളൊക്കെ തട്ടുന്നതൊക്കെ നോക്കിയിട്ട് വണ്ടി മെല്ലെ മെല്ലെ നോക്കിയിട്ടാണ് എടുക്കാറൊക്കെ. പിന്നെ മെയിനായിട്ടുള്ള സൗകര്യം എന്താണെന്ന് വെച്ചാൽ ബൈപ്പാസിൻ്റെ സൈഡിലാണ്. എവിടെയാണ് വരുന്നത് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് ചേവരമ്പലത്തിൻ്റെ അടുത്താണ് വരുന്നത്. അപ്പോൾ ചെക്കനെ ഞങ്ങൾ നേരെ ബൈപ്പാസിലേക്ക് കയറ്റുകയാണ് കേട്ടോ. ഇന്ന് പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, നേരെ മേൽപ്പഴഞ്ഞി ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ കുറേ ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അതിനൊരു സമയമായിട്ട് വന്നത്. രാവിലെ തന്നെ എല്ലാവരെയും വിളിച്ച് സെറ്റാക്കി ജിംബൽ ഷോട്ടൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മിത്രനെ വിളിച്ച് മിത്രൻ്റെ അടുത്ത് ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന്. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും ഇന്ന് ലീവായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ നേരെ വിട്ട് മേൽപ്പഴനിയിലേക്ക്. പിന്നെ ഞങ്ങൾ പാക്കേജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയലും എക്സ്റ്റീരിയലൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ സീറ്റിൽ കിച്ചു ആണ് കേട്ടോ. കിച്ചു ആണെന്ന് വണ്ടി ഫുൾ എടുത്തത്. സച്ചൊന്ന് ക്യാബിനിൽ വെറുതെ ഇരിക്കുക മാത്രമാണ് ചെയ്തത്. പിന്നെ വണ്ടിയുടെ വീഡിയോസ് എടുക്കുന്നത് ഞങ്ങൾ സ്കൂട്ടറിലാണ് കേട്ടോ. സ്കൂട്ടർ ഓടിക്കുന്നത് കണ്ണനും, ബാക്കിലിരുന്ന് വീഡിയോസ് എടുക്കുന്നത് ഞാനുമാണ്. കുറേ ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കാൻ. എന്നാലും നമ്മളെ വണ്ടിയുടെ ആ ലുക്കും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് അതിനെക്കൊണ്ട് പിന്നെ വലിയൊരു ബുദ്ധിമുട്ട് അങ്ങോട്ട് തോന്നിയില്ല. ഞങ്ങൾ പോകുന്നത് ഏരിയാന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. ചേവരമ്പലത്തു നിന്ന് നേരെ ഇരിങ്ങാടമ്പള്ളി വഴി നേരെ വയനാട് കയറിയിട്ട് വയനാട് നിന്ന് ഒഴുക്കരയിലേക്ക് എത്തി. അവിടെ നിന്ന് വെള്ളിപ്പറമ്പിലേക്കുള്ള റോഡ് കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് മീഡിയ വണ്ണിൻ്റെ അടുത്ത് കൂടെ നേരെ മേൽപ്പഴനിയിലേക്കുള്ള റോഡ് കയറിയിട്ടാട്ടോ നമ്മൾ പോയത്. നമ്മുടെ വണ്ടി വരുന്നത് 19 സീറ്റാണ് കേട്ടോ. 19 സീറ്റ് പുഷ് ബാക്കാണ്. അതേമാതിരി തന്നെ AC, നല്ല ഹൈറ്റ് ഉണ്ട് വണ്ടിക്ക്. അത് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് അടിച്ച് പൊളിക്കാനുള്ള എല്ലാ സൗകര്യവും ആ വണ്ടിയിൽ തന്നെ ഉണ്ട് കേട്ടോ. വണ്ടി കാണാൻ നല്ല ലുക്കാണ് കേട്ടോ. ആ DRLും ലിപ്പും അതേപോലെ ടോപ്പ് ലൈറ്റും എല്ലാം ഓണാക്കി നല്ല രസമാണ് വണ്ടി കാണാൻ. 19 സീറ്റ് ആണെങ്കിൽ കൂടി വണ്ടി കണ്ടാൽ വലിയൊരു വണ്ടിയുടെ ലുക്കാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ മേൽപ്പഴനിയിലേക്കുള്ള മെയിൻ എൻട്രൻസ് കയറിയിട്ടോ. ഇത് ഈ വഴിക്കാണ് ബസ്സും കാര്യങ്ങളും വരിക. ഇതുപോലെ വേറൊരു വഴിയുണ്ട്, അതിലെ ഈ ചെറിയ വാഹനങ്ങൾ മാത്രമേ വരുള്ളൂ. വീഡിയോയുടെ അവസാനം ഞാൻ നമ്മളെടുത്ത ഷോട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. എൻ്റെ മക്കളൊന്ന് ഇറങ്ങട്ടെ. അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി മുഴുവൻ ഞാൻ തന്നോട് പറഞ്ഞല്ലേ. ഒരു കാലത്ത് ഈ സിറ്റിയിലെ മുഴുവൻ ഫോഴ്സ് അവർക്കൊന്നും അല്ലായിരുന്നു, അറിയാമോ? ആന്റണി അലിയാരുടെ വലങ്കൈ.